morning, my girls. Welcome to yet another class. നമ്മൾ ഇന്നിവിടെ വേറൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആസിഡ്സിനെ കുറിച്ചാണ് മെയിൻലി ഡിസ്കസ് ചെയ്തത് അല്ലേ. അവയുള്ള കോമൺ ഫാക്ടർ എന്താണെന്ന് നോക്കി, പിന്നെ വാട്ടറിൽ ഒരു നോൺ മെറ്റാലിക് ഓക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഒരു മെറ്റൽ ഓക്സൈഡാണ്, അല്ലെങ്കിൽ മെറ്റാലിക് ഓക്സൈഡാണ് വാട്ടറിൽ റിയാക്ട് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ നോക്കിയാലും നമുക്ക് ക്ലാസ് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ തന്നെ തുടങ്ങാം. ഈ എക്സ്പെരിമെൻ്റ് ഒന്ന് കണ്ടു നോക്കും. ഓക്കെ. Magnesium wire, which is a metal, water, red and blue litmus paper, a petri dish, dropper, spirit lamp, matchbox, and a pair of tongs. Light the spirit lamp first. Now hold the magnesium wire with the tongs and bring the ribbon to the flame. Observe that the magnesium burns with a bright white light. As it burns, an ash-like powdery substance is formed. This is magnesium oxide. Collect the powder in a petri dish and dissolve it in water. Take a drop of this solution and place it on the red and blue litmus papers. Observe the change in the color of the litmus papers. We observe that red litmus turns blue, while blue litmus remains the same. What does this indicate? The oxide of magnesium is basic in nature. അപ്പോൾ എക്സ്പെരിമെൻറ്റിൽ എന്താ കണ്ടേ? നല്ല ക്ലീൻ ആക്കിയ ഒരു മെഗ്നീഷ്യം റിബൺ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ. ആ മെഗ്നീഷ്യം റിബൺ നമ്മൾ ബേൺ ചെയ്തപ്പോൾ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്ലെയിം വന്നു അല്ലേ. നല്ല പ്രകാശമുള്ള ഫ്ലെയിം. അപ്പോൾ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് അവിടെ റിയാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വാച്ച് ഗ്ലാസ്സിൽ ഒരു ആഷ് കിട്ടി. എന്ത് ആഷായിരുന്നത്? യെസ്, വൈറ്റ് പൗഡേർഡ് ആയിട്ടുള്ള ആഷാണ് നമുക്ക് മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്തപ്പോൾ കിട്ടിയത്. അത് നമ്മൾ വാച്ച് ഗ്ലാസ്സിൽ കളക്ട് ചെയ്തു. അതാണ് മഗ്നീഷ്യം ഓക്സൈഡ്. അതായത് വെൻ മഗ്നീഷ്യം റിയാക്ട് വിത്ത് ഓക്സിജൻ വി ഗെറ്റ് മഗ്നീഷ്യം ഓക്സൈഡ്. ക്ലിയർ ആയില്ലേ? ഇനി ആ കോമ്പൗണ്ടിലേക്ക്, ആ വാച്ച് ഗ്ലാസ് എടുത്ത ആഷിലേക്ക് നമ്മൾ കുറച്ച് ഫ്യൂ ഡ്രോപ്സ് വാട്ടർ ആഡ് ചെയ്തു. വാട്ടർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ടായി. അതിനെ നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെസ്, ബ്ലൂ കളർ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ ഉണ്ടായ കോമ്പൗണ്ട് അത് ഒരു ബേസിക് നാച്ചറാണ് കാണിക്കുന്നത്. അതായത് when magnesium oxide react with water we get magnesium hydroxide. It shows a basic nature. ഓക്കെ, ക്ലിയർ ആയില്ലേ ഈ എക്സ്പെരിമെൻറ്റ്? ഞാനൊരു കാര്യം ചെയ്യട്ടെ. നമ്മൾ ഈ മെഗ്നീഷ്യം മെറ്റലാണോ നോൺ മെറ്റലാണോ? യെസ്, മെറ്റലാണല്ലേ. അപ്പോൾ ഈ മെറ്റലിൽ ഓക്സിജനുമായി റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് മാഗ്നീഷ്യം ഓക്സൈഡ് കിട്ടിയെന്ന്. അപ്പോൾ ഈ മഗ്നീഷ്യം ഓക്സൈഡ് മെറ്റാലിക് ഓക്സൈഡാണോ അതോ നോൺ മെറ്റാലിക് ഓക്സൈഡാണോ? യെസ്, ഒരു സംശയമില്ലല്ലേ, അതൊരു മെറ്റാലിക് ഓക്സൈഡാണ്. അപ്പോൾ ഈ മെറ്റാലിക് ഓക്സൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്തപ്പോൾ കിട്ടിയതിന് ഒരു ബേസിക് നേച്ചറാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് വേറൊരു എക്സ്പെരിമെൻറ്റ് കണ്ടു നോക്കാം. Experiment, we require calcium oxide powder, that is CaO. We require some water, and I have some red litmus paper because after the base is formed, calcium hydroxide, the red litmus would turn blue. This is a small beaker in which I am going to perform the experiment. So now this calcium oxide is a white color powder, people. Let me show it to you. It's a white color powder, right? So I am going to take some amount of this powder in this beaker, and let me tell you guys that this experiment
is an exothermic reaction. So that means the heat energy would be evolved out. So if I touch the walls of this beaker, it would be comparatively hot. So now let us add this water in the beaker, and I want to make a point that calcium oxide powder is not fully soluble in water, so we won't be seeing the complete solution formed over here. Going to shake a bit. Now I will wait, because calcium oxide is not fully soluble in water and it takes time to dissolve in water. But meanwhile, what I can show you is, this is a red litmus paper, and red litmus paper is used to check the presence of the base. So this red litmus paper, when added to the base solution, turns blue. See this, guys. ഈ എക്സ്പെരിമെൻ്റ് എന്താ കണ്ടത്? നമ്മളൊരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കാൽഷ്യം ഓക്സൈഡ് ആഡ് ചെയ്തു. ഈ കാൽഷ്യം ഓക്സൈഡ് ക്വിക്ക് ലൈം അല്ലെങ്കിൽ മലയാളത്തിൽ നീറ്റ് കക്ക എന്നാണ് പറയുക. അത് ആഡ് ചെയ്തു നമ്മൾ നന്നായി സ്റ്റീർ ചെയ്തു, നന്നായി ഇളക്കി. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ സൊല്യൂഷൻ കിട്ടിയല്ലേ? ആ ക്ലിയർ സൊല്യൂഷൻ നമ്മൾ ഇതുപോലെ റെഡ് ലിറ്റ്മസ് പേപ്പർ ടിപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? ബ്ലൂ കളറാണ് കാണിച്ചതല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെയും എന്താണ്? ഒരു ബേസിക് നാച്ചുറല്ലേ കാണിച്ചത്? കാൽഷ്യം ഒരു മെറ്റലല്ലേ? ഈ മെറ്റൽ ഓക്സൈഡ്, അതായത് കാൽഷ്യം ഓക്സൈഡാണ് നമ്മളിവിടെ എടുത്തത്, വെള്ളത്തിൽ സ്റ്റീർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു മെറ്റാലിക് ഓക്സൈഡ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലായി? നേരത്തെ കണ്ട എക്സ്പെരിമെൻറ്റിലെ പോലെ തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്? അതായത് ഒരു മെറ്റാലിക് ഓക്സൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു ബേസിക് നാച്ചുറലുള്ള കോമ്പൗണ്ടാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ രണ്ട് എക്സ്പെരിമെൻറ്റിൽ നിന്ന് ഒരു മെറ്റാലിക് ഓക്സൈഡ് എപ്പോഴും ഒരു ബേസിക് നേച്ചറാണ് കാണിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? സോ മെറ്റാലിക് ഓക്സൈഡ്സ് ഇസ് ഓൾവേസ് ഷോയിങ് എ ബേസിക് നാച്ചുറൽ. ഇത് ക്ലിയറായി. ഇനി നിങ്ങൾക്കൊരു സംശയം തോന്നാം, നമ്മൾ ബേസസ് എന്ന് പറയും, ചിലപ്പോൾ ആൽക്കലീസ് എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും ഒന്നാണോ അതോ രണ്ടും വ്യത്യാസമാണോ നമുക്ക് തോന്നും? ഇല്ലേ, സംശയം തോന്നുമായിരിക്കും. ചിലർ ആൽക്കലീസ് എന്ന് പറയും, ചിലർ ബേസസ് എന്ന് പറയും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മ വയ്ക്കേണ്ടത് എന്താ വെച്ചാൽ, ദ ബേസസ് വിച്ച് ഡിസോൾവ്സ് ഇൻ വാട്ടർ, വെള്ളത്തിൽ അലിയുന്ന അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസസിനെയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ ബേസസും വാട്ടറിൽ ഡിസോൾവ് ചെയ്യണമെന്നില്ല. സോ ഡിസോൾവ് ചെയ്യുന്ന ബേസസിനെയാണ് നമ്മൾ ആൽക്കലീസ് എന്ന് പറയും. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്, പിന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതാണ്. ഇവയൊക്കെ നമുക്ക് ആൽക്കലീസ് എന്ന് പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൽക്കലീസ് പറഞ്ഞൂടെ? ആൽക്കലീസുകളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം, അവ സോപ്പി ടു ടച്ച് ആണല്ലേ. പിന്നെ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നു. അവയ്ക്ക് ബേസിക് നേച്ചറാണുള്ളത്. ഒരു ആൽക്കലൈൻ ടേസ്റ്റും അവർക്കുണ്ട്. ഇതൊക്കെയാണ് ആൽക്കലീസിൻ്റെ ക്യാരക്ടേഴ്സ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് പരിചയമുള്ള, അതായത് ലാബിലൊക്കെ പോകുമ്പോൾ കാണുന്ന കുറച്ച് ആൽക്കലീസിൻ്റെ നെയിംസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, അങ്ങനെ കുറച്ചുണ്ട്. ഈ ടേബിളിൽ നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് ആൽക്കലീസിൻ്റെ പേരും അവിടെ കെമിക്കൽ ഫോർമുലേസും തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH. രണ്ടാമത്തേത് ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, KOH. പിന്നെ ഉള്ളത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അതിൻ്റെ കെമിക്കൽ ഫോർമുല കണ്ടില്ലേ? പിന്നെയോ അമോണിയം ഹൈഡ്രോക്സൈഡ്, NH4OH. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആൽക്കലീസ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആസിഡ്സിൽ പൊതുവായിട്ടുള്ള കോമൺ കോമ്പോണൻറ്റ് കണ്ടുപിടിച്ചു.
അങ്ങനെയാണെങ്കിൽ ഈ ആൽക്കലൈസിലുള്ള കോമൺ കോമ്പോണൻറ്റ്സ് എന്താണെന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. When sodium hydroxide is dissolved in water, what will happen? നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നോക്കാം. ഇതാണ് ഇക്വേഷൻ. NaOH dissolves in water, we get Na plus NaOH minus ions. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോഴും, അതായത് CaOH2 dissolves in water, we get Ca2 plus OH minus ions. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നോക്കി, ഈ രണ്ട് ഇക്വേഷൻസിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്യുമ്പോഴും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്യുമ്പോഴും നമുക്ക് കോമൺ ആയി കിട്ടുന്ന കോമ്പൗണ്ട് എന്താണ്? യെസ്, OH മൈനസ് അയോൺസ് ആണ് അവിടെ കോമൺ ആയി കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആൽക്കലീസ് ആർ ദ സബ്സ്റ്റൻസ് which can increase the concentration of OH minus ion in aqueous solution. അതായത് അക്വസ് സൊല്യൂഷനുള്ള OH മൈനസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള കഴിവ് ആൽക്കലീസിനുണ്ട്. ക്ലിയർ ആയില്ലേ? ഇവിടെ കുറച്ച് കോമൺ ആയിട്ടുള്ള ആൽക്കലീസിൻ്റെ നെയിമും അവയുടെ ഇക്വേഷൻസുമാണ് ഇനി നിങ്ങൾ കാണാം. ആ ടേബിളൊന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഇതാണ് കോമൺ നെയിംസ്. അസറ്റിക് സോഡാസ്, ഇതിൻ്റെ കെമിക്കൽ നെയിമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അതിൻ്റെ കെമിക്കൽ ഫോമുലയാണ് NaOH. നെക്സ്റ്റ് വൺ മിൽക്ക് ഓഫ് ലൈം, അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡിന് പറയുന്ന പേരാണ്. CaOH2 ആണ് അതിൻ്റെ കെമിക്കൽ ഫോമുല. പിന്നെയുള്ളതാണ് കൊസറ്റിക് പൊട്ടാഷ്, അതിന് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയും. KOH ആണ് കെമിക്കൽ ഫോമുല. Here I am giving some ionization reaction of acids and alkalis. That's chemical equation. First one is HCl. When HCl ionized, we get H plus Cl minus ion. And KOH ionized, K plus OH minus ion. അപ്പോൾ H2CO3 അയണൈസ് ചെയ്യുമ്പോഴോ നമുക്ക് 2H plus CO3 2 മൈനസ് അയൺസ് കിട്ടും. NH4OHO നമുക്ക് NH4 plus OH മൈനസ് അയൺ കിട്ടും. HNO3 ആകുമ്പോഴോ H plus NO3 മൈനസ് അയൺ. അപ്പോൾ ഇവിടെ നോക്കിയേ, ആസിഡ്സ് അയണൈസ് ചെയ്യുമ്പോൾ H പ്ലസ് അയൺസിനെയാണ് റിലീസ് ചെയ്യുന്നത്. ആൽക്കലീസോ OH മൈനസ് അയൺസിനെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആസിഡ്സിനെയും ആൽക്കലീസിനെയും കുറിച്ചുള്ള ഒരു സിദ്ധാന്തം, അതായത് ഒരു തിയറി ആദ്യമായി കണ്ടുപിടിച്ചിരിക്കുന്നത് ആരാന്നറിയണ്ടേ? സാൻവോസ് അരീനിയസ്. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് അരീനിയസ് തിയറി. മനസ്സിലായോ? ഇദ്ദേഹമാണ് സാൻവോസ് അരീനിയസ്. In 1887, the Swedish scientist Samuel Arrhenius put forward a scientific theory regarding acids and bases. He proposed that an acid or a base, when dissolved in water, is dissociated into ions. According to this theory, acids are the substance which liberate H plus ions, and bases are the substance which liberate OH minus ions in aqueous solution. ഇതിൻ്റെ തിയറിക്ക് പറയുന്നത് നമുക്ക് മനസ്സിലായി, ആസിഡ്സ് അക്വസ് സൊല്യൂഷനിൽ ഒരു H പ്ലസ് അയണിനെ ലിബറേറ്റ് ചെയ്യും. അതുപോലെ ബേസസ് OH മൈനസ് അയണിനെയാണ് അക്വസ് സൊല്യൂഷൻ ലിബറേറ്റ് ചെയ്യുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ തിയറി. അപ്പോൾ അരീനിയസ് തിയറി എന്നാണ് ഇതിനെ പറയുന്നത്. നമുക്കിനിയൊരു അസൈൻമെൻറ്റ് അല്ലെങ്കിൽ വർക്ക്ഷീറ്റ് തരികയാണ് ഞാൻ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫ്രം ദ ഓക്സൈഡ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് ദ ബേസിക് ഓക്സൈഡ്. ബേസിക് ഓക്സൈഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. Write the chemical equation of magnesium oxide react with water. Third question, what is the nature of substance when red litmus paper turns into blue? Can you find out the common factors in alkalis? മനസ്സിലായല്ലോ? ഇത് എഴുതി എനിക്ക് അയച്ചു തരണം. സോ ഈ ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.